ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. അപ്പം ഇന്ന് കോഴിക്കോട് നല്ല മഴയാണ്. ക്ലാസ്സിൽ വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പനൊക്കെ വേർപ്പിച്ച് പുറത്താണ് വിചാരിച്ച്. അപ്പോൾ കസിൻസ് എല്ലാവരും കൂടി പുറത്താണ് വിചാരിച്ച്. അപ്പോൾ കേൾക്കാമോ, നമുക്ക് വീഡിയോ കാണാം. അപ്പം നമ്മൾ കോഴിക്കോടിലെ ഗോകുലമാളിലാണ് എത്തിയത്. നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 8:45 കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർക്ക് കുറവേനു. അങ്ങനെ നമ്മൾ മാളിലെത്തിയിട്ട് നേരെ വിട്ടത് നെസ്റ്റോയിലേക്കാണ്. നമ്മൾ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തിനു. പിന്നെന്താ പരിപാടി, സ്ഥിരം പോലെ ഷോ പാട്ട് പാടി ശരിക്കും കുറച്ച് കാറ്റുള്ള വിചാരിച്ചിട്ടുണ്ട് നമ്മളെങ്ങോട്ട് കയറി പോണേന്ന്. യെസ് ഗായ്സ്, നമ്മൾ ടോയ്സ് വാങ്ങാൻ പോവാണ്. കേട്ടാ മക്കളെ, ഇത് കുട്ടികളുടെ സ്വർഗം തന്നെയാണ്. അമ്മക്ക് അടുത്തിട്ട് ഏതെടുക്കണ്ടേ ഫുൾ കൺഫ്യൂഷൻ. ഈ മുതലക്കുട്ടിയൊക്കെ നോക്കി നല്ല ക്യൂട്ടായിട്ടില്ലേ മച്ചാന. ഇത് നമുക്ക് കാണാനുള്ള യോഗ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. അത് വെച്ചിട്ടെന്താ, ആശാലൊക്കെ അവിടെ നിന്ന് വരാൻ പറ്റില്ല. ഓരോന്നും എടുത്തെടുത്ത് കളിക്കാം. ഐഫോട്ട് മോശമൊന്നുമല്ല കേട്ടോ. ഓളൈവിലെന്താ നോക്കി, നിന്റെ കൈമെന്താ, ഞാൻ അത് വെറുതെ പിടിച്ചാ. ഇപ്പൊ ഒരു സമയം 9:45 ആയി ഉണ്ടാവും. ഇവിടുത്തെ ചേട്ടൻ ഉണ്ടല്ലോ, നമ്മൾ പോകാൻ വേണ്ടി കാത്തിക്ക ഷോപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാ. നമ്മളാണ് ഇവിടെ ഇറങ്ങുന്നില്ല. എങ്ങനെ ഇറങ്ങാൻ ഈ സാധനം അടുത്ത നമ്മൾ പോകാൻ പോണത് ഗേൾസിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സെക്ഷനിലേക്കാണ്. അത് വേറെ ഇങ്ങോട്ടല്ല, നമ്മൾ സ്വന്തം ബാർബിൻ്റെ അടുത്തോട്ട്. ഇമ്മ കാണല്ലേ വിചാരിച്ചോണ്ട് അതൊന്നും നമ്മൾ കറക്റ്റ് അവിടെ തന്നെ എത്തിക്കണം. അവിടെ എത്തിയപ്പോൾ സത്യം പറയലോ, നമ്മളെ കിളി അങ്ങോട്ട് മൊത്തത്തിൽ പോയി. ഇതാരാന്ന് നോക്കേണ്ടത്, നമ്മൾ കസിനാണ്. താത്ത നമുക്ക് എൽസനെയും അന്നനെയും ഒക്കെ പരിചയപ്പെടുത്തിയത് നമ്മളോടാ കളി. ഇതല്ല, ഇതിന്റെ അപ്പുറം പഠിച്ചു വന്നവനായി ഞാൻ. ഇത് ഞാനല്ല, നമ്മൾ. ഐഫ അത് നമ്മളെ പോലെ തന്നെ ബാർബിന്റെ സിസ്റ്റേഴ്സാ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ എത്തിയ സെക്ഷൻ കൊടും ഭീകരമായി. അയ്യേ, ഇത് നോക്കണത് ഒരു ഡൂപ്ലി പാമ്പാണ്. അങ്ങനെ നമ്മളവിടെ കളർഫുൾ പുയൂനൊക്കെ എടുത്ത് കളിച്ചു. ഈ ആഴ്ച അതൊക്കെ ഞാൻ എടുക്കണ തന്നെ ആണല്ലോ. സാരല്ലേ, സമയത്താരും കണ്ടില്ല. മങ്കി ഐഫ വളരെ യാദർശികമായി എടുത്തതാണെങ്കിലും ഒരേ ഫേസ് കാർഡ് ഉണ്ട് കേട്ടോ. അശ്താത്ത വീട്ടിലോട്ട് തന്നെയല്ലേ, ബാക്കി ഞാൻ വീട്ടിലും. അശ്താത്ത ഒന്ന് പാമ്പിനെ വെച്ചുണ്ടാക്കോ. പാമ്പിനെ അപമാനിക്കാണോ? കാറ്റും തുപ്പലും അല്ലാണ്ട് വേറെ ഒന്നും വരുന്നില്ലല്ലോ. അങ്ങനെ നീണ്ട നേരം ചെലവഴിച്ചതിന് ശേഷം ഒന്നും എടുക്കാണ്ട് നമ്മൾ ഇറങ്ങി. പീടി പൂട്ടാൻ നേരത്തെ കയറേണ്ട തോന്നണേ. നമുക്ക് ആ ചേട്ടൻ്റെ മുഖത്തൊക്കെ ഒരു മടി. നമ്മൾ നോക്കാണ്ട് കിട്ടിറങ്ങി. ഇയാളെന്താ തിരിഞ്ഞു വണ്ടി വിട്ടണേ? ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തൊരു ഡ്രൈവറായി പോയല്ലോ. അങ്ങനെ കുറേ റീൽസും വീഡിയോ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയെന്നല്ല, ഇറക്കിപ്പിച്ചെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. അതന്നെ, ഓൽക്കതൊക്കെ പോയിട്ട് വീട്ടിൽ പോണ്ടിയല്ലേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട്. അപ്പം ഇത്രയുള്ളൂ, ബൈ.